നടന്നില്ല. NIA കോടതിയിലേക്ക് കേസ് പോവുകയാണ്. BJP അടക്കം നേതാക്കൾ പോയിട്ടും ഇടപെടലും ബജരംഗദളിന്റെ പ്രതിഷേധമൊക്കെ ഇന്നും ഉണ്ടായി. എങ്ങനെയാണ് അപ്പം BJP നേതാക്കൾ പോയത് ഈ ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ? കേരളത്തിൽ നിന്നുള്ള ആളുടെ കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? BJP നേതാക്കന്മാരുടെ എന്തായാലും അത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ഈ കന്യാസ്ത്രീമാരെ പിടിച്ച് ജാമ്യം നിഷേധിക്കാൻ കഴിയുന്ന വകുപ്പുകൾ ചാർത്തി കൃത്രിമമായി ഇവരെ ഇപ്പോൾ ജയിലിലിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും ഇന്ത്യയിൽ മതനിരപേക്ഷത പുലരണമെന്ന് വാദിക്കുന്നവർക്ക് നേരെയുമുള്ള ഒരു ഭീഷണി ആയിട്ടാണ്. ഞങ്ങൾക്ക് നേരെ ഞങ്ങളുടെ വർഗീയ പദ്ധതികൾക്കെതിരെ നിങ്ങൾ വന്നാൽ നിങ്ങളെല്ലാം ഞങ്ങൾ ശരിപ്പെടുത്തുമെന്ന മോഡി അമിത്ഷാ ഭരണത്തിന്റെ, മോഡിയുടെയും അമിത്ഷായുടെയും സ്വേച്ഛാധിപത്യപരമായ മർദ്ദന നയങ്ങളെ അനുകൂലിക്കുന്ന BJP സംസ്ഥാന ഗവൺമെന്റുകളുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ, ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നിരിക്കുന്ന സംഭവം എന്നാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. ഇതിന് സമാനമായ പല ലോകാനുഭവങ്ങളുമുണ്ട്, അതല്ല ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒന്നാമത് ഇപ്പം ബജരംഗദളിന്റെയും RSSന്റെ ഭാഗമായ സംഘപരിവാറിന്റെയും ചില പ്രതിനിധികൾ വിശദീകരിക്കുന്നത് ഇവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമമൊന്നും നടക്കാത്തതുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം കിട്ടാത്തതെന്നാണ്. ഇതുപോലെ ആഭാസകരവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്താനില്ല. ഒരു സംസ്ഥാന ഗവൺമെന്റ് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ കൃത്രിമമായി ചാർത്തി ആളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുക, എന്നിട്ട് ജാമ്യം എടുക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ അപര്യാപ്തതയെക്കുറിച്ച് പരാതി പറയുക. ഇത് ഇന്ത്യൻ രാഷ്ട്രീയം എത്ര അപകടകരമായ ഒരു ടെററിസ്റ്റ് രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണോ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗവൺമെന്റ്? എന്നാൽ കള്ളക്കേസുണ്ടാക്കുകയാണല്ലോ. മുമ്പും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കമ്പ്യൂട്ടർ എല്ലാം പിടിച്ചെടുത്തിട്ട് ആ കമ്പ്യൂട്ടറിൽ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള എവിഡൻസ്, അവർക്കെതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള തെളിവുകൾ കൃത്രിമമായിട്ട് അവരുടെ കമ്പ്യൂട്ടറിൽ ചില പ്രത്യേകതരം ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉൾപ്പെടുത്തിയെന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിനെ മുഴുവൻ എനിക്ക് ഓർമ്മ വരുന്നില്ല. അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുക എന്നുള്ളത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെയും BJP സംസ്ഥാന ഗവൺമെന്റുകളുടെയും ഒരു പദ്ധതിയാണ്. അതാണ് ദുർഗിൽ ഇപ്പോൾ ജയിലറയിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളെ അനുസരിക്കാത്തവർക്കും ഞങ്ങൾക്ക് കീഴ്പ്പെടാത്തവർക്കും ഇതുപോലുള്ള ദുർഗതി ഉണ്ടാകുമെന്നുള്ള ഭീഷണി, ആ ഭീഷണിയുടെ ഭാഷയിലാണ് കേന്ദ്ര സംസ്ഥാന BJP ഗവൺമെന്റുകൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ദുർഗിലെ വിഷയം പരിഗണിക്കുമ്പോൾ കോടതിക്ക് മുന്നിൽ ബജരംഗദളിന്റെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധം ഈ കോടതി നടപടികളെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം വലിയ പ്രതിഷേധമാണ്. കാരണം ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോടതിക്ക് പുറത്ത് വലിയ തരത്തിൽ ആളുകൾ തടിച്ചുകൂടുകയും വലിയ പ്രതിഷേധം നടത്തുകയൊക്കെ ചെയ്യുന്നത്. അല്ല, ഇത്തരത്തിൽ കോടതികളുടെ അഭിപ്രായങ്ങളെ പലതരത്തിലുള്ള ഭീഷണികൾ കൊണ്ടും ബലപ്രയോഗങ്ങൾ കൊണ്ടും ബലപ്രയോഗ ഭീഷണി കൊണ്ടും സ്വാധീനിക്കാനുള്ള ശ്രമം RSSന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പൊ സുപ്രീം കോടതി തന്നെ ചില കാര്യങ്ങളിൽ ചില അഭിപ്രായങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ സുപ്രീം കോടതിക്കെതിരായിട്ട് ആരൊക്കെയാണ് ഭീഷണി മുഴക്കിയത്? ഇപ്പൊ രാജിവെച്ച് പോയിട്ടുണ്ട് ജഗദീപ് ധങ്കർ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, രാജ്യസഭയുടെ ചെയർമാൻ. അദ്ദേഹം പരസ്യമായി സുപ്രീം കോടതിക്കെതിരായിട്ട് സുപ്രീം കോടതിയുടെ ഒരു പരിധിവരെ ജനാധിപത്യപരവും നീതിപൂർവകവുമായ ചില നിലപാടുകൾക്കെതിരായിട്ട് ഈ ഓർഡർ ഓഫ് പ്രസിഡൻസിൽ 2ാം സ്ഥാനത്താണ് വരുന്നത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ. ഇങ്ങനെയാണ് വാറന്റ് ഓഫ് പ്രസിഡൻസിനകത്ത് വരുന്നത്. അതിലെ പ്രധാനപ്പെട്ട ആൾ സുപ്രീം കോടതിക്കെതിരായിട്ട് അട്ടഹസിക്കുകയാണ്. അപ്പോൾ ഇത് പലയിടത്തും നടക്കുന്നു. അതിന്റെ ഭാഗമാണ് കോടതി വിധിയെ സ്വാധീനിക്കാൻ പറ്റുന്ന വിധത്തിൽ ബജരംഗദളിന്റെ ആൾക്കാർ അവരുടെ സംഘടിത ശക്തി കോടതിക്ക് പുറത്തും കോടതി ചേരുന്ന നഗരത്തിലും പട്ടണത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള ഭീഷണി പുറപ്പെടുവിക്കുന്നത് നീതിന്യായ സംവിധാനത്തെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എന്ന് സംശയിക്കുന്നതിന് യാതൊരു ന്യായീകരണവും, പൂർണ്ണമായ ന്യായീകരണമുണ്ട്. BJP പ്രതിനിധി അനൂപ് ആന്റണി പറഞ്ഞത് ഈ പബ്ലിക് പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ നിലവിൽ പുറത്തുവരുന്ന ചില വിവരങ്ങൾ പ്രകാരം ജാമ്യത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ എതിർത്തു. കേസ് സെഷൻ കോടതി നിലനിൽക്കുന്നത് വാദിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ജാമ്യം നൽകിയാൽ മതപരിവർത്തനം ആവർത്തിക്കുന്നു. അപ്പോൾ ഇത് BJPയുടെ കാപട്യമാണ്. BJPയുടെ കാപട്യം
ഇതിലെല്ലാം പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്നും തന്നെ പറയുന്നില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ നടന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. സ്റ്റാൻ സ്വാമിയുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് കഴിഞ്ഞ ദിവസവും ഞാൻ മാധ്യമങ്ങളോട് ചിലരോട് പറഞ്ഞതാണ്. അപ്പം RSSന്റെ നിയന്ത്രണത്തിൽ ഇന്ത്യയിൽ ഒരു ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ പല തലത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഭാഗമാണിത്. ചില മതപുരോഹിതന്മാരെയെല്ലാം വിളിച്ച് ഇവർ സൽക്കരിക്കും ഒരു ഭാഗത്ത്. കാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്ന് പറയുമല്ലോ. ചില വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും ഒരു ഭാഗത്ത് നടത്തും, മറ്റു ഭാഗത്ത് ഭീഷണി നടത്തും. ഇത് രണ്ടുമാണ് RSSും സംഘപരിവാറും കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളെയും അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന നീതിന്യായ സംവിധാനത്തെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. മറ്റ് ഓരോ വിശദാംശത്തെക്കുറിച്ച് ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇതിനെതിരായി ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കാൻ തൽപരരായ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് ശക്തമായി രംഗത്ത് വരണം എന്നാണ് പറയാറുള്ളത്. ഒരു കാര്യം കൂടെ, VS അനുസ്മരണമായിരുന്നു. കേരളത്തിൽ 2 സംസ്ഥാന സമ്മേളനങ്ങളിലായിട്ട് VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം 2 യുവ നേതാക്കൾ പറഞ്ഞിരുന്നു. 2 നേതാക്കളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കുറുക്കൻകോട് മുരളി, സുരേഷ് കുറുപ്പ് ഒരു പത്രത്തിന്റെ ലേഖനം. അപ്പോൾ എന്താണ് VS എന്ന മഹാനായ വിപ്ലവകാരി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സ്വത്താണ്. അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ആ ദുഃഖത്തിലാണ് നമ്മളല്ല. അദ്ദേഹത്തെ എന്തെങ്കിലും വിവാദത്തിലേക്ക് വലിച്ചുവയ്ക്കാൻ പലർക്കും താല്പര്യമുണ്ടാവും. അതിൽ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ആ വിവാദത്തിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അത് ഈ സമ്മേളനങ്ങളെ സംബന്ധിച്ച് കെട്ടിച്ചമച്ച ദുഷ്പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് ആ വിവാദത്തെ ഇങ്ങനെ ആകാശത്ത് നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. VS എന്ന് പറയുന്നത് എന്നും അവസാന ശ്വാസം വരെ പാർട്ടിക്കൊപ്പം നിന്ന നേതാവാണ്. അതുകൊണ്ട് VSനെ ബന്ധപ്പെടുത്തി പാർട്ടിക്കെതിരായി പ്രചരണം നടത്താൻ ഒരാളും ഒരുമ്പെടുന്നത് VSനോട് ഒരു ആദരവില്ലായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.